ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എനിക്ക് എന്താണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മിക്സ്ഡ് ഇമോഷനിലാണ്. കാരണം ഞാൻ ഒരു 3 മാസം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. പക്ഷെ വളരെ ലേറ്റായിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എന്തൊക്കെയൊക്കെയോ കാരണവശാൽ ഇത് ലേറ്റായി പോയതായിരുന്നു. വേണം വെച്ച് ചെയ്തതായിരുന്നില്ല കേട്ടോ. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഈ മുന്നിലിരിക്കുന്ന വ്യക്തിയാണ് അജീന, എൻ്റെ സ്വന്തം അജു. അപ്പോൾ അജുവും ഞാനും B.Ed കാലഘട്ടം തൊട്ടാണ് ഒരുമിച്ചുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു നിമിഷം വരെയും നമുക്കെന്നും പറഞ്ഞിട്ട് ഞാൻ പറയാറുണ്ട് എപ്പോഴും, എൻ്റെ ലൈഫിലൊരു നല്ല കൂട്ടം ഒരു കൂട്ടം നല്ല കുറച്ച് മനുഷ്യന്മാരുണ്ട് എനിക്ക് ചുറ്റിലെന്നുള്ളത്. അതായത് നമ്മളെ കേൾക്കാൻ, എനിക്കിതൊക്കെ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. എന്നെ കേൾക്കാൻ, എന്നെ മനസ്സിലാക്കാൻ, എൻ്റെ സന്തോഷം അതുപോലെ സന്തോഷമായിട്ട് കാണുന്ന, എൻ്റെ സങ്കടമാണെങ്കിലും അതിൽ കൂടാനും എന്നെ സമാധാനിപ്പിക്കാനൊക്കെ എനിക്കെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് മനുഷ്യന്മാരെ ഞാൻ കാണാറുണ്ട്. അങ്ങനെ ഞാൻ കാണുന്ന ആ മനുഷ്യന്മാരുടെ എൻ്റെ എന്ന് പറയുന്നൊരു ലിസ്റ്റുണ്ട്. ആ എൻ്റെ ലിസ്റ്റിൽ ഒരാളാണ് ഈ അജു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പേർക്ക് അങ്ങനെ ഒരു എൻ്റെ എന്ന് പറയുന്ന ലിസ്റ്റ് വേണമെന്നുമില്ല. ചിലർക്ക് എൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് വേണമെന്നുണ്ടാവും, പക്ഷെ കിട്ടണമെന്നുമില്ല. ഞാൻ പക്ഷെ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് എപ്പോഴും നന്ദി പറയുന്നൊരു കാര്യം അതുതന്നെയാണ്. എനിക്ക് ഞാൻ ഒരു കാലഘട്ടം വരെയും ഫ്രണ്ട്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും ചതികളിലേക്കും അത്രയും ഫേക്കായിട്ടായിരുന്നു എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന കുറച്ച് പേര് നിന്നിരുന്നത്. എനിക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം ആലോചിക്കാൻ പോലും ചില സമയത്ത് തോന്നാറില്ല കേട്ടോ. അത്രയും ഞാൻ എൻ്റെ 100% കൊടുത്തിട്ട് പോലും അന്ന് ചെറിയ ക്ലാസ്സിൽ നിന്നൊക്കെ ആണെങ്കിൽ പോലും ചെറിയ കാര്യം ചെയ്യുന്നത് പിന്നീട് നമുക്കതൊരു മുറിവായിട്ട് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ കുറച്ച് എൻ്റെ മനസ്സിനെ മുറിയിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സങ്കടപ്പെട്ടതിന് +1 തൊട്ട് ദൈവം ഞങ്ങൾ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ല മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഇട്ടിട്ട് കേട്ടോ. ആ നല്ല മനുഷ്യന്മാരാണ് ഇപ്പം എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത്, എന്നെ കേൾക്കാൻ. എന്നെ മാത്രമല്ല കേട്ടോ, തിരിച്ചും ഞാനതുപോലെ കേൾക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് തോന്നാറുണ്ട്. എഫേർട്ട് ഇടുക എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വൺ സൈഡ് മാത്രമല്ലല്ലോ, നമ്മൾ അപ്പുറത്തൊരാളെയും നമ്മൾ കേൾക്കുക, നമ്മൾ ആ ആൾക്ക് വേണ്ടി ടൈം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്. അതിനെ ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്നു എന്നുള്ളൊരു ടേം ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ 2 സൈഡിൽ നിന്നും അതങ്ങോട്ട് ഏതൊക്കെയോ രീതിയിൽ അത് സ്മൂത്തായി പോകുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എൻ്റെ എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിലെ ആൾക്കാരെ ഞാൻ ഇപ്പോഴും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു +1 +2 കാലഘട്ടം, അത് കഴിഞ്ഞ് നേരെ ഞാൻ ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഗ്രാജുവേഷൻ പീരീഡിൽ എനിക്ക് അങ്ങനെ നല്ല ഫ്രണ്ട്സിന് ഉണ്ടായിട്ടില്ല. പിന്നെ നേരെ പോസ്റ്റ് ഗ്രാജുവേഷൻ പീരീഡാണ്. അതിനുശേഷം പിന്നീട് എൻ്റെ B.Ed കാലഘട്ടം. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് എനിക്ക് ഈ നുള്ളിപ്പെറുക്കി എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ നുള്ളിപ്പെറുക്കി എന്ന് പറയാൻ കാരണം അത്രയും ആൾക്കാരും നമ്മളാണല്ലോ ഈ ചൂസ് ചെയ്തെടുക്കുന്നത്, നമ്മളുടെ ആ ഒരു വൈബിനൊത്ത, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളായി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ചിടം. നമുക്ക് ഒരു ഫിൽറ്ററും വേണ്ട, നമുക്കവിടെ ചെന്നങ്ങ് ഞാനിത് ചെയ്തു, ഞാനിങ്ങനെ പറ്റിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടീം, അങ്ങനെ പറയാൻ പറ്റുന്ന കുറച്ച് പേരാണിത്. അപ്പോൾ അതിലൊരാളാണ് ഈ അജു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് അതായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം നല്ല മനുഷ്യന്മാരെ പിന്നീട് എനിക്ക് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നു കേട്ടോ. അതിലെനിക്ക് എപ്പോഴും ഭയങ്കര ബ്ലെസ്ഡാണ് തോന്നാറുണ്ട്. ഈ ഒരു വെക്കേഷൻ എന്ന് പറയുന്ന സംഭവത്തിന് ഞാൻ നോക്കിക്കാണൽ ഓരോ ദിവസവും ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് കാണാൻ പറ്റുന്നവരൊക്കെ, ഡേറ്റുള്ളവരൊക്കെ ഞാൻ പോയി കാണും കേട്ടോ. കാരണം എല്ലാവരും പല സ്ഥലത്താണ്, ചിലർ വർക്കിംഗ് ആണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട്, ഞാൻ ഫ്രീ ആകുമ്പോൾ അവർ ഫ്രീ ആവണമെന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും മാക്സിമം ഞാൻ എല്ലാവരെയും കാണാൻ ശ്രമിക്കാറുണ്ട്. അത് ഞാൻ എപ്പോഴും എൻ്റെ അമ്മേൻ്റെ അടുത്താണെങ്കിലും ഞാൻ കാര്യം പറയാറുണ്ട്, അതുപോലെ തന്നെ സൈഷേൻ്റെ അടുത്താണെങ്കിലും. പിന്നെ എനിക്കത് പറയണം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, കല്യാണം കഴിഞ്ഞു കുട്ടിയായി എന്ന് ചോദിങ്ങിയിരിക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു കുട്ടിയായി ഇനി ഈ ഫ്രണ്ട്സിൻ്റെ പിന്നാലെ നടക്കുക, അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഒരിക്കലും എൻ്റെ അടുത്ത് ചോദിക്കരുത്. കാരണം ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ, ഞാൻ പറഞ്ഞില്ല, ഒരു പീരീഡോളം ഇല്ലാത്തതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് കിട്ടിയതെല്ലാം എനിക്ക് അത്രയും മൂല്യമുള്ള കുറച്ച് ഫ്രണ്ട്സാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അവരെ കാണാനും അവരെ കേൾക്കാനും പറ്റുക എന്നുള്ളതും, അവരുടെ കൂടെ കുറച്ച് ടൈം കിട്ടുന്നതാണ് പിന്നീട് അങ്ങോട്ടേക്ക് അടുത്തൊരു വർഷത്തേക്ക് എനിക്ക് കിട്ടുന്ന കുറച്ച് നല്ല മെമ്മറീസ്, അല്ലെങ്കിൽ കുറച്ച് നല്ല ഒരു എന്താ പറയുക, എനിക്കിങ്ങനെ എപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു എനിക്കിങ്ങനെ ഒരു ആൾക്കാരുണ്ട് എന്നുള്ളൊരു ബോധം വരുത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഇവരെല്ലാവരും ഞാൻ ചെന്ന് കാണാറുണ്ട് കേട്ടോ. ഈ ഒരു വർഷം സത്യം പറഞ്ഞാൽ കാത്തിരിക്കുന്നത് ഇവരെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്.
അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ ഓരോ ഡേറ്റ് ഫിക്സ് ചെയ്ത് അവരൊക്കെ കണ്ട് സന്തോഷമായി കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഫ്ലൈറ്റ് കയറി കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കും. അച്ഛനും അമ്മേനെയും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത്, അത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട കുറച്ച് പേരുണ്ടല്ലോ അവരുടെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തതൊക്കെ ആലോചിക്കുമ്പോൾ അതെനിക്ക് എപ്പോഴും ഒരു ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഉള്ള കാലത്തോളം അത്രയും ഞാൻ അതുതന്നെയാണ് മനസ്സിൽ കണ്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തായാലും എൻ്റെ അമ്മയുടെ അടുത്തായാലും ഞാൻ അതാ പറയില്ല, എനിക്ക് നിങ്ങളെങ്ങനെയാണോ അതേപോലെ തന്നെ എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികളാണ് ഇവർ. ഞാൻ എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഉള്ള കാലം അത്രയും എനിക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, എന്നെ മനസ്സിലാക്കുന്ന ആ മനുഷ്യന്മാരുടെ കൂടെ തന്നെ എനിക്ക് കുറച്ചെങ്കിലും നേരം സന്തോഷം എല്ലാമായി ഞാനായി നിന്ന് എനിക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഒരാഗ്രഹമാണ്, എൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് ഞാൻ എത്ര തന്നെയായാലും ഞാൻ പറ്റുന്ന പോലെ ചെയ്യും. അപ്പോൾ അതിനാരും എതിര് പറയാൻ വന്നേക്കരുത് എന്നുള്ളതാണ് എനിക്ക് ആകെയുള്ളൊരു ഒരൊറ്റ നമ്മൾ പറയില്ലേ, ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്ന ആ ഒരു കാര്യം അതാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്താലും ഞാൻ അതാ പറയാറുള്ളത്. എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇവരെന്നുള്ളത് പുള്ളിക്ക് അറിയുന്നുണ്ട്. പുള്ളി ഈ കാര്യത്തിലൊന്നും അങ്ങനെ വലിയ ഇടപെടാറില്ല കേട്ടോ. നിൻ്റെ ഇഷ്ടം, നീ അവരൊക്കെ കാണാനുള്ളതൊക്കെ കണ്ടോ, അത് കഴിഞ്ഞിട്ട് നീ ബാക്കിയെല്ലാം ചെയ്തോ എന്നുള്ളത് തന്നെയാണ് പുള്ളിക്ക്. അതിലെനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റ് പുള്ളിയുടെ അടുത്ത് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് എൻ്റെ അജുവിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ. പറഞ്ഞ് ഞാൻ ടോപ്പിക്കുന്നൊക്കെ വഴുതി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇന്നിവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയും കൂടി പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കിതിങ്ങനെ പറയണം എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നി ഞാൻ പറഞ്ഞൊരു കാര്യം. അപ്പോൾ അജുവിനെ പറ്റി പറയാൻ ഇനി എന്താ, എൻ്റെ കൂടെ എൻ്റെ ലൈഫ് ലോങ് എൻ്റെ കൂടെ എനിക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഈ അജു. ഇങ്ങനത്തെ ഒരാളെ നമ്മളെ ലൈഫ് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഞാൻ വരുന്നു പറഞ്ഞാൽ ഓടിപ്പടഞ്ഞ് വരും, കാണണ്ടേ നമുക്ക് പോവണ്ടേ എന്നൊക്കെ ചോദിച്ച് വരുന്ന ഒരാൾ. ആ ഒരു മെസ്സേജിൽ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട് കേട്ടോ. കാരണം കാത്തിരിക്കാൻ ഒരാൾക്കാർ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിൽ പരം എന്നെ സന്തോഷിപ്പിക്കാൻ വേറൊന്നും പറ്റാറില്ല കേട്ടോ. അതൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ച് വലിയ സമ്പാദ്യമായിട്ട് എനിക്ക് തോന്നാറുള്ളത്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫലൂദി അടിച്ച് അവരും ഇതേപോലെ എന്തൊക്കെയാണ് അന്ന് വാങ്ങി കഴിച്ച് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. ഇതൊക്കെ ഞങ്ങൾ കത്തി വയ്ക്കുന്ന ഗ്രീൻ ഫ്രഷിലാട്ടോ. എൻ്റെ സ്വന്തം ഗ്രീൻ ഫ്രഷ് എന്ന് പറയുന്നതായിരിക്കും അവിടെയും കറക്റ്റ്. കാരണം ഞാൻ വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട് എപ്പോഴും. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം ഗ്രീൻ ഫ്രഷായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അത്. അവിടെ ഉള്ളവർക്കും എന്നെ നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അവരൊക്കെ അപ്പുറത്തു കൂടി പോകുമ്പോൾ അതാണ് ഞാൻ വീഡിയോയുടെ ഇടയിലൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഇങ്ങനെ പറയുമായിരുന്നേ. എന്തായാലും ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്കതൊക്കെ ഒരു മെമ്മറിയാണ്. എനിക്ക് എപ്പോഴും വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് സർപ്രൈസ് കൊടുക്കുക, ഷൂട്ട് ചെയ്ത് വെക്കുക കുറച്ച് മൊമെൻറ്റ്സൊക്കെ എന്നുള്ളത്. അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ ഇതും. അപ്പോൾ വേറൊരു കാര്യം കൂടി ഇവിടെ പറയാം. ഞാൻ ഭയങ്കര സ്റ്റൈലാക്കി സംസാരിക്കുന്നൊന്നുമല്ല കേട്ടോ. ഒരു ബേസ് സൗണ്ടല്ലേ ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം എനിക്ക് ഫീവർ ഉണ്ടായിരുന്നു, പിന്നീട് കോൾഡ് കുറച്ച് കൂടുതലായി, പിന്നീട് ഇപ്പോൾ ത്രോട്ട് പെയിനും ടോൺസിലൈറ്റിസൊക്കെ ആയി മാറിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എല്ലാ വേദനയും സഹിച്ചിട്ട് ഞാനിത് സംസാരിക്കണം തന്നെ എനിക്ക് തോന്നിയിട്ട് ഞാൻ സംസാരിക്കുന്ന. എനിക്കറിയാതെ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല ഈ വീഡിയോ സംസാരിച്ച് കൂട്ടുന്നതെന്ന്. പക്ഷേ എനിക്കിതിലുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ വന്നൊരു കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ കത്തിയടിക്ക് ശേഷം ഞാനും അജുവും കനിമോളും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആരെയെങ്കിലും മിസ് ചെയ്യേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കണം എന്ന് തോന്നേ, അല്ലെങ്കിൽ നിങ്ങളിതുപോലെ വെക്കേഷനിൽ ഓടി വന്ന് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതാരാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.